ഇതെന്താ ഉണ്ണീത്? നിന്റെ രൂപം തന്നെ മാറിപ്പോയല്ലോ. ഹലോ, അതെ, ഉണ്ണിയാണ്. ഞാനാണ് രോഹിണി. ഉണ്ണിയേട്ടൻ രോഹിണിയോട് പിണങ്ങിയോ? സോറി ഉണ്ണിയേട്ടാ, രാവിലെ ഞാനങ്ങനെ കരുതിക്കൂട്ടി സംസാരിച്ചതാണ്. പോരാത്തതിന് ഓഫീസിനകത്തു നിന്നും ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പുരുഷ വിദ്വേഷിയാണെന്ന് എല്ലാരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. പ്ലീസ്. സാരമില്ല. താങ്ക്സ്. പിന്നെ ഉണ്ണിയേട്ടിനെ കണ്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായിരുന്നോ. ഉണ്ണിയേട്ടാ, നമ്മുടെ ഈ റൊമാൻസില് റൊമാൻസ് എന്ന് ഞാൻ തന്നെ കാര്യങ്ങൾ പറയുക. അതുകൊണ്ടെന്താ അല്ലേ ഉണ്ണിയേട്ടാ, നമുക്കൊരു കോഡ് ഭാഷ വേണം. എങ്കിലും ഒരു ത്രില്ലുണ്ടാവൂ. ഞാൻ ഉണ്ണിയേട്ടനെ നോക്കി ഇപ്പോൾ ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞാൽ ഹായ് ഡാർലിംഗ് എന്നാണ് അർത്ഥം. ചെവിക്കുറ്റിക്കിട്ട് 2 അടി തരുമെന്ന് പറഞ്ഞാൽ എന്റെ ഉണ്ണിയേട്ടന്റെ കവിളത്ത് ഉമ്മ വയ്ക്കുമെന്നർത്ഥം. ഓക്കെ? ഓഫീസല്ലേ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാവൂലേ? വെക്കട്ടെ? ഓക്കെ. എന്തോ ഉണ്ട്, മോഹം കണ്ടാ അറിയാമല്ലോ. ഒന്നുമില്ല. പിന്നെ മുത്തച്ഛ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ കളിയാക്കൂ? ഇല്ല. തീർച്ച. അതെ എന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പാ, എന്താ ഞാനീ കേക്കുന്നേ? ഉണ്ണി ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നെന്നോ? അപ്പോ ഈ കുടുംബം കരകയറാനുള്ള ലക്ഷണമാണല്ലോ. എന്നിട്ട് എനിക്കും അവളെ ഇഷ്ടമാണ്. പറ്റ് കള്ളാ, വെറുതെ അല്ല, ദേശത്തിലും ഭാവത്തിലും ഈ മാറ്റം കണ്ടപ്പോഴേ ഞാൻ സംശയിച്ച. എവിടെയുള്ളോ ആ കുട്ടി? മുത്തശ്ശ കൂടെ ഒന്ന് അറിയട്ടെ. അത് ഈ സാരികളൊന്ന് ഡൈ ചെയ്തു തരണം. ഹലോ, യു ബ്ലഡി ഫൂൾ. Again you? ഗുരുവായൂരപ്പ, രോഹിണിക്ക് ഈ ഡ്രസ് നന്നായി ചേർന്നു കേട്ടോ. അസലായിട്ടുണ്ട്. Stupid. ചെവിക്കുറ്റിക്കിട്ട് 2 കിട്ടാത്തതിന്റെ കുഴപ്പം അതെനിക്ക്. താങ്ക് യു ഡിയർ, താങ്ക് യു. ഡൈയിങ് വേണ്ട, ഒരു കുന്തം വേണ്ട. വാടി. വേറൊരു കടയും കണ്ടില്ലേ നിനക്ക് ഡൈ ചെയ്യിക്കാൻ? ഇവിടെ എന്തിനാ എത്ര നിർബന്ധമായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നത്? ചേച്ചി, ഇവിടെ ഡൈ ചെയ്താ കളർ ഒരിക്കലും പോവില്ല, അതുകൊണ്ടല്ലേ. വാ. എന്റെ ഉണ്ണിയേ, ഈ സാധനത്തിനെയാണോ നീ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത്? അല്ല, ആ പെൺകൊച്ചെന്തിനാ ഉണ്ണിയെ ചീത്ത പറഞ്ഞത്? അയ്യോ, അത് ചീത്ത പറഞ്ഞതല്ല മുത്തച്ഛ, അത് റൊമാൻസിന്റെ കോഡ് ഭാഷയാണ്. ബ്ലഡി ഫൂൾ എന്ന് വെച്ചാൽ ഹായ് ഡാർലിംഗ് എന്നാണ് അർത്ഥം. ശരി, കുട്ടിക്കിട്ട് അടിക്കുമെന്ന് പറഞ്ഞാലോ? കവിളത്ത് ഉമ്മ വയ്ക്കൊന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കോഡ് ഭാഷയൊന്നും ഇല്ലായിരുന്നല്ലോ കൃഷ്ണ.